Next topic is recursion. Recursion. In C++, the functions can call themselves. Such a function is called recursive and a statement in the body of the function calls itself. നമ്മുടെ C++ലെ ഫങ്ഷൻസിൽ ഒരു ഫീച്ചറാണ് ഈ റിക്കർഷൻ എന്ന് പറയുന്നത്. അതായത് ചില ഫങ്ഷൻസ് അതേ ഫങ്ഷനെ തന്നെ കോൾ ചെയ്യും. അങ്ങനെയുള്ള ഫങ്ഷനെ വിളിക്കുന്ന പേരാണ് റിക്കർസീവ് ഫങ്ഷൻ. ഈ റിക്കർസീവ് ഫങ്ഷന്റെ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഫങ്ഷനെ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. സോ a function calling itself is a recursive function. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. എങ്ങനെയാണ് ഈ റിക്കർഷൻ വരുന്നത്? നമ്മുടെ ഫംഗ്ഷന്റെ ബോഡിയിൽ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരും. A statement in the body of function to call itself. ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാൻ വേണ്ടി അതിന്റെ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. Recursion is the process of defining something in terms of itself and it is also called circular definition. Recursion എന്ന് പറഞ്ഞാൽ എന്താണ്? Process of defining something in terms of itself. Recursion is the process of defining something in terms of itself. Process of defining something in terms of itself. അതിനെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനെ കുറിച്ച് ഡിഫൈൻ അതിന്റെ തന്നെ ബേസിസിൽ നമ്മൾ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യുവാണെങ്കിലാണ് അതിനെ റിക്കർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർക്യുലർ ഡെഫിനിഷൻ. ഈ റിക്കർഷന്റെ വേറൊരു പേരാണ് സർക്യുലർ ഡെഫിനിഷൻ. സോ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ആ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുവാണെങ്കിൽ അതിനെ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. Now, in order to solve a problem recursively, two conditions must be satisfied. നമ്മൾ ഒരു പ്രോബ്ലത്തിനെ റിക്കർസീവ് ആയിട്ട് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. To solve a problem റിക്കർസീവ്ലി, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം റിക്കർസീവ് ആയിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ഈസ് ദ പ്രോബ്ലം മസ്റ്റ് ബി റിട്ടൺ ഇൻ എ റിക്കർസീവ് ഫോം. എന്താണ്? പ്രോബ്ലത്തിനെ റിക്കർസീവ് ഫോമിൽ എഴുതണം. പ്രോബ്ലം മസ്റ്റ് ബി റിട്ടൺ ഇൻ റിക്കർസീവ് ഫോം. പ്രോബ്ലത്തിനെ റിക്കർസീവ് ഫോമിൽ എഴുതണം. And second is problem statement must include stopping condition. Problem statement must include stopping statement. So ഒരു പ്രോബ്ലത്തിനെ റിക്കർസീവ് ആയിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? പ്രോബ്ലത്തിനെ നമുക്ക് റിക്കർസീവ് ഫോമിൽ എഴുതാൻ പറ്റണം. സെക്കൻഡ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിനകത്ത് ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഉണ്ടാവണം.
നമ്മൾ പറഞ്ഞു റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. അപ്പൊ അതിനെങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല, അത് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. സോ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്കൊരു പ്രോബ്ലത്തിന് റിക്കേഴ്സീവ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ആ രണ്ട് കണ്ടീഷൻസ് ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് പ്രോബ്ലം മസ്റ്റ് ബി റിട്ടൺ ഇൻ റിക്കേഴ്സീവ് ഫോം ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഇസ് there must be a stopping condition in the problem statement. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഇനി റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാക്ക് ആണ്. സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ, അതിനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ ഇസ് യൂസ്ഡ് ബൈ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ഡേറ്റ ടൈപ്പ് ആണ്. അതിന്റെ പ്രത്യേകത ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് സക്സസീവ് ഡേറ്റ ഐറ്റംസ് ആർ പുഷ്ഡ് ഡൗൺ upon receiving subsequent data items. അതായത് ലാസ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റിലൂടെ പുറത്ത് വരുന്ന ഡേറ്റ ടൈപ്പ്, അങ്ങനത്തെ ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്ലേസിൽ കയറുന്നു, ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്ന ഡേറ്റ പുറത്ത് വരുന്നു. അപ്പൊ പുതിയ ഡേറ്റ വരുമ്പോൾ എന്ത് ചെയ്യും, ഡേറ്റയെ താഴോട്ട് ഇറക്കും. സോ അങ്ങനെയുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. അപ്പൊ റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാക്ക് ആണ്. ദ ഡേറ്റ ഐറ്റംസ് ആർ ദെൻ ടേക്കൺ ഔട്ട് ഫ്രം ദ സ്റ്റാക്ക് ഇൻ റിവേഴ്സ് ഓർഡർ. ലാസ്റ്റ് പൊസിഷനിൽ ഡേറ്റ കയറും, ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ഡേറ്റ ഇറങ്ങും. അപ്പൊ ലാസ്റ്റ് പൊസിഷനിൽ കയറിയിട്ട് ഡേറ്റയെ പുഷ് ചെയ്യും. അപ്പൊ നമ്മള് സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചറിൽ നിന്ന് ഡേറ്റ എടുക്കുമ്പോൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും എടുക്കുന്നത്, കാരണം അതിന്റെ ലാസ്റ്റിലൂടെ കയറിയിട്ട് ഫസ്റ്റിലൂടെയാണ് ഡേറ്റ ഇറങ്ങുന്നത്. സോ നമുക്ക് ഡേറ്റ വേണമെങ്കിൽ റിവേഴ്സ് ഓർഡറിലായിരിക്കും സ്റ്റാക്കിൽ നിന്നും എടുക്കുന്നത്. And stack can hold a number of data items together, one above the other, last item added to the stack being at the top and it is taken out first. അപ്പൊ സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ ലാസ്റ്റ് പൊസിഷനിൽ ഡേറ്റ കയറുന്നു, ഫസ്റ്റ് പൊസിഷനിൽ നിന്നായിരിക്കും ഡേറ്റ വെളി വരുന്നത്. അപ്പൊ നമ്മള് ഫുൾ ഒരു സ്റ്റാക്ക് നിറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ സ്റ്റാക്ക് ഫുള്ളി ലോഡഡ് വിത്ത് ഡേറ്റ ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്താണോ സ്റ്റാക്കിൽ ആഡ് ചെയ്യുന്നത് അത് അതിന്റെ ടോപ്പിൽ നിൽക്കും. അപ്പൊ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് ഡേറ്റ വെളിയിലോട്ട് എടുക്കുമ്പം എന്താണ് ലാസ്റ്റ് ആഡ് ചെയ്തതായിരിക്കും ഫസ്റ്റ് വെളിയിൽ വരുന്നത്. അങ്ങനെയുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. സോ റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇനി റിക്കേഴ്സീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. When a recursive function is executed, function calls are not executed immediately. So ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ഫംഗ്ഷൻ calls are not executed immediately. സാധാരണ പോലെ ഫംഗ്ഷൻ കോൾസ് ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്നില്ല. എങ്ങനെയാണ്, it holds at the recursive call, new variables and arguments are allocated storage on the stack and new function call starts execution. അപ്പൊ റിക്കർസീവ് കോൾ വരുമ്പോൾ നമ്മൾ ആദ്യം ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, അത് കഴിഞ്ഞ് റിക്കർസീവ് കോൾ, അതായത് ഫംഗ്ഷന്റെ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും, ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാം. ആ റിക്കർസീവ് കോൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആ റിക്കർസീവ് കോൾ വരുമ്പോ പുതിയ വേരിയബിൾസിനെയും ആർഗ്യുമെന്റ്സിനെയും എല്ലാം സ്റ്റാക്കില് സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്തതിന് മാത്രമേ ന്യൂ ഫംഗ്ഷൻ കോളിൽ എക്സിക്യൂഷൻ വരും. നമ്മള് പ്രോഗ്രാമില് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താണ്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആകുക എന്ന് പറഞ്ഞാൽ കൺട്രോള് ഫംഗ്ഷന്റെ ഡെഫിനിഷനകത്തോട്ട് പോകും. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ പോയി അതിനകത്തുള്ള സ്റ്റെപ്സ് എല്ലാം പെർഫോം ചെയ്യും. ഇനി ആ സ്റ്റെപ്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പം റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ വിച്ച് കോൾസ് ഇറ്റ്സെൽഫ്. ഈ ഫംഗ്ഷനെ ആദ്യം പ്രോഗ്രാമിന്റെ വേറൊരു ഭാഗത്ത് കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോള് ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ആവുന്നു. കൺട്രോൾ എവിടെ പോകുന്നു, ഫംഗ്ഷൻ കോളിൽ നിന്നും ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ പോയി ഫംഗ്ഷന്റെ ബോഡി മൊത്തം എക്സിക്യൂട്ട് ചെയ്യും. സോ വൈൽ ദ ബോഡി ഈസ് ബീയിങ് എക്സിക്യൂട്ടഡ്, ഫംഗ്ഷന്റെ ബോഡി എക്സിക്യൂട്ട് ആവുന്ന സമയത്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആ ബോഡിയിൽ കാണും,
which calls the function itself. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഫംഗ്ഷനെ റിക്കർസീവ് ഫംഗ്ഷൻ ആക്കുന്നത്. സോ റിക്കർസീവ് കോൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ആവില്ല. റിക്കർസീവ് കോൾ വരുമ്പോൾ ഒരു ഫംഗ്ഷനെ തന്നെയാണല്ലോ അവിടെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗ്ഷനിലെ പുതിയ വേരിയബിൾസിനെയും ആർഗ്യുമെന്റ്സിനെയും എല്ലാം സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചറിനകത്ത് സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യുക ആദ്യം. അതിനുശേഷമേ ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യും. Now, recursive call does not make new copy of the function. Only variables are newly created. ഫംഗ്ഷന്റെ ഒരു പുതിയ കോപ്പി അല്ല റിക്കർസീവ് കോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ റിക്കർസീവ് കോൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പുതിയ വേരിയബിൾസിനെ മാത്രമേ ക്രിയേറ്റ് ചെയ്യൂ. അപ്പൊ റിക്കർസീവ് കോൾ വരുമ്പം ആ കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് റിക്കർസീവ് കോൾ വരുമ്പോൾ നമ്മളിപ്പോ ഒരു ഫംഗ്ഷനെ തന്നെയാണ് റിക്കർസീവ് കോളിലും കോൾ ചെയ്യുന്നത്. അത് സെയിം ഫംഗ്ഷൻ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ഫംഗ്ഷൻ കോൾ വരുമ്പം ആദ്യം അതിലുള്ള ആർഗ്യുമെന്റ്സിനും വേരിയബിൾസിനും എല്ലാം സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചറിൽ സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷമാണ് ആ കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. A recursive function does not make a copy of the function, only new variables are created. Recursive function does not create copy of a function but only creates new variables. പുതിയ വേരിയബിൾസ് മാത്രമേ റിക്കർസീവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വരുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ്. എവിടെയാണ് റിക്കർസീവ് കോൾ വരുന്നത്? ഫംഗ്ഷന്റെ ബോഡിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും which calls the function itself. അപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റിക്കർസീവ് ഫംഗ്ഷൻ ആവുന്നത്. ഒരു പ്രോബ്ലം നമുക്ക് റിക്കർസീവ്ലി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ is problem must be written in recursive form and second is the problem statement must include stopping statement. അതായത് ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യും, അപ്പോൾ വീണ്ടും അതേ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ആവുന്നു, പിന്നെ അതിനകത്ത് റിക്കർഷൻ വരുന്നു, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇത് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ആവണം. സോ സ്റ്റോപ്പിംഗ് കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിക്കർസീവ്ലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു റിക്കർസീവ് കോൾ നടത്തുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് കൺട്രോൾ പോകുന്നതിന് പകരം അവിടെ ഒരു ചെറിയ ഹോൾട്ട് ഉണ്ടാവും. സാധാരണ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഉടനെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ പോയി അതിന്റെ ബോഡിയിലുള്ള കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം റിക്കർസീവ് കോൾ ആണ് സംഭവിക്കുന്നെങ്കിൽ അവിടെ ഒരു ഹോൾട്ട് വന്നിട്ട് ആദ്യം റിക്കർസീവ് കോൾ കൊണ്ട് ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ പോകുന്നുണ്ട് പുതിയ വേരിയബിൾസിനെയും ആർഗ്യുമെന്റ്സിനെയും എല്ലാം മെമ്മറി സ്റ്റോറേജ് അലൊക്കേഷൻ കൊടുക്കണം. മെമ്മറിയിൽ സ്റ്റോറേജ് അലൊക്കേഷൻ കൊടുക്കണം. അപ്പം സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ ആണ് റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ആ സ്റ്റാക്കിനകത്ത് സ്റ്റോറേജ് അലൊക്കേഷൻ നടത്തും ഫോർ ന്യൂ വേരിയബിൾസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. അത് നടത്തിയതിന് ശേഷമേ റിക്കർസീവ് കോൾ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ റിക്കർസീവ് കോൾ എക്സിക്യൂട്ട് ആകുമ്പോൾ ആ പ്രോഗ്രാം പിന്നെ വീണ്ടും ഫംഗ്ഷനിലോട്ട് പോയി ഫംഗ്ഷനിലെ ബോഡി പെർഫോം ചെയ്യും, വീണ്ടും റിക്കർസീവ് കോൾ വരുന്നു. സോ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എത്തുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? സോ അങ്ങനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ചെയ്യാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ ലൂപ്പിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഉള്ളൂ റിക്കർസീവ് ഫംഗ്ഷൻ. റൈറ്റ് a program to find factorial of a number
to find factorial of a number by recursion. നമുക്ക് നോക്കാം ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n-ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? n into n minus 1 into n minus 2 into n minus 3 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അപ് ടു 1 വരെ. ഇതാണ് ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു n into n minus 1 ഫാക്ടോറിയൽ. ശരിയല്ലേ? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n into n minus 1 into n minus 2 into n minus 3 into അങ്ങനെ എക്സെട്ര അപ് ടു 1. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു n into n minus 1 ഫാക്ടോറിയൽ ഓർ n into n minus 1 into n minus 2 ഫാക്ടോറിയൽ. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, n-ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n into n minus 1-ന്റെ ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ n-ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നേരത്തെ നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചത്. ഇപ്പൊ നമ്മൾ റിക്കർഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? n-ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ ബോഡിയിലോട്ട് ചെല്ലുമ്പോൾ എന്താണ്? n-ന്റെ ഫാക്ടോറിയൽ is equal to n into fact of n minus 1. If fact is the function used to find out factorial, നമുക്ക് ഇതിന്റെ ഫംഗ്ഷനകത്ത് എങ്ങനെ എഴുതാം? fact is return n into fact of n minus 1 എന്ന് കൊടുക്കാം. അപ്പോൾ വീണ്ടും fact of n minus 1 ന് വേണ്ടി ഫംഗ്ഷൻ വരും. സോ ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ അതാണ് ഇവിടെ റിക്കർസീവ് ആയിട്ട് വരുന്ന കാര്യം. മനസ്സിലായോ? സോ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n into n minus 1 into n minus 2 up to 1. അതായത് അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു n into n minus 1 ഫാക്ടോറിയൽ which is equal to n into n minus 1 into n minus 2 ഫാക്ടോറിയൽ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്പർ 1 ഓ 0 ഓ ആണെങ്കിൽ ഫാക്ടോറിയൽ എത്രയായിരിക്കും? if n less than or equal to 1, ഫാക്ടോറിയൽ ഈക്വൽ ടു 1. സോ ഇതാണ് നിങ്ങൾ ഇവിടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. 0യുടെ ഫാക്ടോറിയലും 1 എന്നാണ് പറയപ്പെടുന്നത്. സോ ഇഫ് n is less than or equal to 1, ഫാക്ടോറിയൽ is 1. സോ ഇത് നിങ്ങളുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ആക്കി വെച്ച് റിക്കർസീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോഗ്രാം എഴുതാം. ഹാഷ് ഇൻക്ലൂഡ് iostream dot h hash include conio dot h. ഫാക്ടോറിയൽ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ തന്നെ അങ്ങ് ഡിഫൈൻ ചെയ്യുന്നു. ഇൻഡ് ഫാക്ട് ഓഫ് ഇൻഡ് x. if x less than or equal to 1, എന്ത് റിട്ടേൺ ചെയ്യണം? ഫാക്ടോറിയൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ റിട്ടേൺ 1 എന്ന് ഡയറക്റ്റ്ലി കൊടുക്കാം. അത് തന്നെയാണ് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. അല്ലെങ്കിലോ എൽസ് റിട്ടേൺ എന്ത് റിട്ടേൺ? ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ആ നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് നമ്പർ മൈനസ് 1 ഫാക്ട് ഓഫ് എക്സ് മൈനസ് 1. ഇതാണ് നിങ്ങളുടെ റിക്കർസീവ് കോൾ. അപ്പൊ ഫാക്ട് എന്നുള്ള ഫംഗ്ഷൻ തന്നെ ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുന്നു. അപ്പൊ എക്സ് ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 1. അപ്പൊ അതിലും ഇതുപോലെ ചെയ്ത് വരുമ്പോൾ റിട്ടേൺ എക്സ് മൈനസ് 1 ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 2 എന്ന് വരും. അപ്പൊ ഇവിടെ എങ്ങനെ വരും? എക്സ് ഇൻറ്റു, അപ്പൊ ഇതിനകത്ത് ആക്ച്വലി എന്തൊക്കെ വരും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 2 എന്ന് വരും. വീണ്ടും ഇതിൽ പോകുന്നു. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 3. അങ്ങനെ എക്സ് 1 ആവുന്നത് വരെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. എക്സ് 1 ആകുമ്പോഴത്തേക്ക് 1 റിട്ടേൺ ആവും. അപ്പൊ ഈ എല്ലാ റിട്ടേണും കൂടെ നമ്മൾ മൊത്തത്തോടെ എടുത്ത് നോക്കുമ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു അങ്ങനെ ഇൻറ്റു 1 വരെ വരും. ക്ലിയർ? അങ്ങനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ എഴുതാം. void main. മെയിനിൽ നമ്മൾ ഏത് നമ്പറിനെയാണ് ഫാക്ടർ അതിനെ ഡിക്ലെയർ ചെയ്തു, അതിനെ ഇൻപുട്ട് ചെയ്തു.
Cout factorial of n factor n മെയിൻ ക്ലോസ് ചെയ്തു. സോ ഇങ്ങനെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് യൂസിങ് റിക്കർസീവ് ഫംഗ്ഷൻ. അതായത് ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വരുമ്പോൾ റിക്കർഷൻ നിൽക്കും. ഒന്നുമില്ല, n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. ആ ഒരു ഈ ഒരു കണ്ടീഷൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മളിത് റിക്കർസീവ് ആയിട്ട് ചെയ്യുന്നത്. സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ആയിട്ട് നമുക്കറിയാം നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഫാക്ടോറിയൽ 1 ആയിരിക്കും. സോ ഇഫ് x is less than or equal to 1 റിട്ടേൺ 1. അപ്പോൾ x 1 ആകുമ്പോഴത്തേക്കും ഫംഗ്ഷൻ റിക്കർഷൻ സ്റ്റോപ്പ് ആയിട്ട് 1 എന്നുള്ളത് റിട്ടേൺ ആവും. ഈ 1 എന്നുള്ളത് ശരിക്കും എവിടെ റിട്ടേൺ ആവുമെന്ന് അറിയാമോ? x ഇൻറ്റു ഫാക്ട് ഓഫ് ഈ ലാസ്റ്റ് 2 ഇൻറ്റു ഫാക്ട് ഓഫ് 1 എന്ന് പറഞ്ഞു വരും. അവിടെ ആയിരിക്കും ഈ 1 റിട്ടേൺ ആവുക. ആ 1 അവിടെ റിട്ടേൺ ആയിട്ട് പിന്നെ ആദ്യത്തെ വാല്യൂ അതിന് മുമ്പോട്ട് റിട്ടേൺ ആവും. അതെങ്ങനെ റിട്ടേൺ ആവും? 3 ഇൻറ്റു ഫാക്ട് ഓഫ് 2 അത് വരും. ഇനി ആ വാല്യൂ എവിടെ റിട്ടേൺ ആവും? 4 ഇൻറ്റു ഫാക്ട് ഓഫ് 3 റിട്ടേൺ ആവും. അങ്ങനെ ഓരോന്നും റിട്ടേൺ ആയി അവസാനം ഇതെല്ലാം കൂടെയുള്ള ഈ ഫുൾ പ്രോഡക്റ്റ് ആയിരിക്കും ഫസ്റ്റ് റിട്ടേണിൽ വരുന്നത്. This is how a recursive function works. Now next is write a program to find the nth Fibonacci number using a recursive function. നമ്മൾ ഫിബൊനാച്ചി സീരീസ് ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തു. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു nth ഫിബൊനാച്ചി നമ്പർ നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യണം. Write a program to print nth Fibonacci number using recursive function. ഒരു റിക്കർസീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് nth ഫിബൊനാച്ചി നമ്പർ നമ്മൾ പ്രിന്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് iostream dot h hash include conio dot h int fib of int x. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. int result if നമുക്ക് xth ഫിബൊനാച്ചി നമ്പർ എന്നാണ് നമ്മൾ ഇവിടെ nth ഫിബൊനാച്ചി നമ്പർ. ഈ n എന്ന് പറയുന്നത് ആക്ച്വൽ പാരാമീറ്റർ ആണെങ്കിൽ ഇവിടെ x ആണ് ഫോർമൽ പാരാമീറ്റർ. സോ if x equal to 1 ഫസ്റ്റ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും? ഫസ്റ്റ് ഫിബൊനാച്ചി എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് 0. റിട്ടേൺ 0. Else if x equal to 2 x 2 ആണെങ്കിലോ ഇത് രണ്ടും നമുക്ക് ഇവിടെ n കണ്ടീഷൻസ് ആണ്. റിട്ടേൺ 1. ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പർ 0, സെക്കൻഡ് ഫിബൊനാച്ചി നമ്പർ 1. അപ്പോൾ x ന്റെ വാല്യൂ 1 ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യണം, 2 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യണം. else റിസൾട്ട് ഈക്വൽ ടു, അതായത് ഫിബൊനാച്ചി നമ്പർ എത്രയായിരിക്കും? fib of x minus 1 plus fib of x minus 2. Now return result. ഒന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ റിട്ടേൺ fib of x minus 1 plus fib of x minus 2 എന്നും
കൊടുക്കാം. ഇവിടെ x മൈനസ് 1ഉം x മൈനസ് 2ഉം വരാൻ കാര്യം 1 ആണെങ്കിൽ 0യും 2 ആണെങ്കിൽ 1ഉം ആണ്. അതുകൊണ്ടാണ് പിന്നെ x മൈനസ് 1ഉം x മൈനസ് 2 ആയിട്ട് റിസൾട്ട് എഴുതുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ x 3 ആണെങ്കിൽ ഫിബ് ഓഫ് x മൈനസ് 1 എന്ന് പറയുമ്പോൾ ഫിബ് ഓഫ് 2 വരും. അതിന്റെ വാല്യൂ എത്രയാ? 1. x 3 ആവുമ്പോൾ 3 മൈനസ് 2 എത്രയാ? 1. അപ്പൊ ഫിബ് ഓഫ് 1 എത്രയാ? 0. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ആയി. അപ്പൊ x 4 ആണെങ്കിൽ ഫിബ് ഓഫ് 3 പ്ലസ് ഫിബ് ഓഫ് 2 വരും. അത് രണ്ടും കൂടെ നമ്മൾ അതായത് സെക്കൻഡ് ഫിബൊനാച്ചി നമ്പർ അല്ല, സെക്കൻഡ് അല്ല, തേർഡ് ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പറും സെക്കൻഡ് ഫിബൊനാച്ചി നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ഫിബൊനാച്ചി നമ്പർ കിട്ടുന്നത്. അപ്പം nth ഫിബൊനാച്ചി നമ്പർ കിട്ടണമെങ്കിൽ n-1th ഫിബൊനാച്ചി നമ്പറും n-2th ഫിബൊനാച്ചി നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് nth ഫിബൊനാച്ചി നമ്പർ കിട്ടുന്നത്. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. So xth Fibonacci number is equal to x minus 1th Fibonacci number plus x minus 2th Fibonacci number. ഒരു പർട്ടിക്കുലർ പൊസിഷനിലെ ഫിബൊനാച്ചി നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഉള്ള രണ്ട് ഫിബൊനാച്ചി നമ്പേഴ്സിന്റെ സം ആയിരിക്കും. അപ്പൊ xth ഫിബൊനാച്ചി നമ്പർ വേണമെങ്കിൽ x minus 1th ഫിബൊനാച്ചി നമ്പറും x minus 2th ഫിബൊനാച്ചി നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ you will get the xth ഫിബൊനാച്ചി നമ്പർ. ഇനി നമുക്ക് മെയിൻ എഴുതാം. Void mean int n. C in n. Now see out the nth Fibonacci number equal to fib of n. Closing the main function. നമുക്കറിയാം ഫസ്റ്റ് ഫിബൊനാച്ചി സീരീസ് എങ്ങനെയാ? ഫസ്റ്റ് 0 1 0യും 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 1ഉം 2 ആഡ് ചെയ്ത് 3 2 ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ്. അപ്പോൾ ഇതില് ഫസ്റ്റ് എന്ന് പറയുന്നത് 0. അത് നമ്മൾ പൊസിഷൻ 1 ആണെങ്കിൽ റിട്ടേൺ 0 കൺഫേം. ഈ പൊസിഷൻ 2 ആണെങ്കിൽ റിട്ടേൺ 1. ഓക്കെ, ഇത് രണ്ടും n കണ്ടീഷൻസ്. ഇനി തേർഡ് ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പറും സെക്കൻഡ് ഫിബൊനാച്ചി നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. ഫോർത്ത് ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് ഫിബൊനാച്ചി നമ്പറും തേർഡ് ഫിബൊനാച്ചി നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. ഫിഫ്ത്ത് ഫിബൊനാച്ചി നമ്പർ ഇസ് ദ സം ഓഫ് ഫോർത്ത് ആൻഡ് തേർഡ് ഫിബൊനാച്ചി നമ്പർ. അപ്പോൾ xth ഫിബൊനാച്ചി നമ്പർ ഇസ് ഈക്വൽ ടു x minus 1th ഫിബൊനാച്ചി നമ്പർ പ്ലസ് x minus 2th ഫിബൊനാച്ചി നമ്പർ. ആ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് അല്ലേ? തേർഡ് ഫിബൊനാച്ചി അല്ല ഫോർത്ത് ഫിബൊനാച്ചി നമ്പർ വേണമെങ്കിൽ തേർഡും സെക്കൻഡും കൂടെ ആഡ് ചെയ്യണം. ഫിഫ്ത്ത് ഫിബൊനാച്ചി നമ്പർ വേണമെങ്കിൽ തേർഡും ഫോർത്തും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ nth ഫിബൊനാച്ചി നമ്പർ വേണമെങ്കിൽ n-1th ഫിബൊനാച്ചി നമ്പറും n-2th ഫിബൊനാച്ചി നമ്പറും കൂടെ ആഡ് ചെയ്യണം. Then you will get the nth Fibonacci number. So ഇതുപോലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും റിക്കർസീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക. എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. തേർഡ് മൊഡ്യൂളിൽ വരുന്നതിനകത്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട കേസിൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ചിലപ്പോൾ റിക്കർസീവ് യൂസ് ചെയ്യാൻ നിങ്ങളോട് എടുത്തു പറയും. എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിക്കർസീവ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെ റിക്കർസീവ് ആയിട്ട് ചെയ്യാമെന്ന് തോന്നുന്നെങ്കിൽ യു ക്യാൻ ഗോ ഫോർ റിക്കർസീവ് ഫംഗ്ഷൻ. ക്ലിയർ?